ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 45ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിമാലയൻ നദികളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ എവിടെ നിന്നൊക്കെയാണ് ഇത് ഉത്ഭവിക്കുന്നത്, എവിടെയാണ് അവസാനം ചെന്ന് പതിക്കുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത്, എത്ര രാജ്യങ്ങളിലൂടെയാണ് പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെയും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തു. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ബാക്കി കഥയിലേക്ക് പോകാം. അതായത് ഈ ഒരു മാപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എന്താണ് ഹിമാലയൻ നദികളും അതേപോലെ തന്നെ ഉപദ്വീപീയൻ നദികളും രണ്ടിനെ കുറിച്ചും എന്താണ് നിലവിൽ ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികളെന്നും, അതേപോലെ തന്നെ എന്താണ് എല്ലാ സീസണുകളിലും അവിടെ ജലം ലഭിക്കും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നദികളിൽ പ്രധാനമായിട്ടും വരുന്ന 3 നദികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ കോഡായിരുന്നു നമ്മൾ ബിഗ് എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് B ഫോർ ബ്രഹ്മപുത്ര, I ഫോർ ഇൻഡസ്, G ഫോർ ഗംഗ. അങ്ങനെ ബിഗ് എന്ന് പറയുന്ന കോഡും അതേപോലെ തന്നെ എന്താണ് ഉപദ്വീപീയൻ നദികൾ, അതായത് ഇന്ത്യയുടെ 3 വശവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഉപദ്വീപിന്റെ ഭാഗത്ത് നിന്നും, അതായത് ഈസ്റ്റേൺ ഘട്ട് ഉണ്ട്, ഇവിടെ ഈസ്റ്റേൺ ഘട്ട് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ വെസ്റ്റേൺ ഘട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ വിന്ധ്യ സത്പുര റേഞ്ചസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വരുന്ന കുറേ നദികളുണ്ട്. അതായത് നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. അങ്ങനെയുള്ള നദികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉപദ്വീപീയൻ നദികൾ എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ നദികളൊക്കെ നിറഞ്ഞൊഴുകുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ, അതായത് ഈ പറയുന്ന വേനൽക്കാലമൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അത്രത്തോളം വെള്ളമൊന്നും ഉണ്ടാവത്തില്ല. ആക്ച്വലി ഈ ഹിമാലയൻ റിവേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും വെള്ളം ഇവിടെ ഉണ്ടാകത്തില്ല, പക്ഷേ വെള്ളമൊക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഇവിടെ ഗ്ലേഷ്യർ ഉള്ളതുകൊണ്ട് മാത്രം എന്താണ് ഈ പറയുന്ന ഹിമാലയൻ റിവേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും സമ്പദ്സമൃദ്ധമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. വേനൽക്കാലത്ത് എന്താണ് മഞ്ഞുരുകിയുള്ള വെള്ളം വരും. അതേപോലെ തന്നെ വർഷക്കാലമായാലോ വർഷക്കാലത്തിന്റെ സമയത്ത് അവിടെ മൊത്തം എന്താണ് മഴ പെയ്തുള്ള വെള്ളവും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാ സീസണുകളിലും അവിടെ എന്തുണ്ടായിരിക്കും? ജലം വളരെയധികം ഉള്ള നദികളാണ് ഈ പറയുന്ന ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗംഗേനെ കുറിച്ചാണ്. ഗംഗേനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം എന്താണ് ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവ് എന്ത് തന്നെയാ? ഗംഗ തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഉള്ള ഏറ്റവും വലിയ എന്താണ് നിലവിലത്തെ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? ഗംഗ എന്ന് പറയാം. അപ്പോൾ ഈ വിശേഷണങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗംഗയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് ഗംഗേനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിക്ക് മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സാറേ അതിൻ്റെ നോട്ട് കിട്ടിയില്ല എന്ന്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഹിമാലയൻ റിവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ എന്തിലേക്ക് പോകാം? ഗംഗേനെ കുറിച്ച് പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയൻ നദികൾ. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിന്റെ വൻ ശേഖരങ്ങളാണ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്. അതായത് മാനസരോവർ തടാകത്തിന്റെ തീരത്ത് നിന്നും ഈ പറയുന്ന ബോർഗാച്ചു ഗ്ലേഷ്യർ, ചമയൊന്തും ഗ്ലേഷ്യർ, അവിടെ നിന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ റിവേഴ്സ് വരുന്നത്. അവിടെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി കാണാനൊക്കെ തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കൈലാഷ് പർവ്വതനിരകളിലെ മാനസ സരോവർ തടാകവും അതേപോലെ തന്നെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും എന്ത് ഹിമാലയൻ റിവേഴ്സിലെ 2 പ്രധാനപ്പെട്ട നദികൾ ഉത്ഭവിക്കുന്നത്. മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നു. ഹിമാലയൻ നദികൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം ഉള്ളതുകൊണ്ടും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും ജലം ലഭിക്കുന്നതിനാലും വർഷം മുഴുവൻ ജലലഭ്യതയുള്ള നദികളാണ് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ സീസണുകളിലും എന്തുണ്ട്? ഈ പറയുന്ന ഹിമാലയൻ റിവേഴ്സ് സമ്പദ്സമൃദ്ധമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്?
ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചരിവ് കൂടിയ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ടും ഹിമാലയത്തിന്റെ മിക്ക ഭാഗവും നമുക്കറിയാം എന്താണ് ഈ പറയുന്ന സെഡിമെന്ററി റോക്സ് ആണ്, അതായത് അവസാദ ശിലകളായതിനാലും ഈ നദികളെല്ലാം പർവ്വത മേഖലകളിൽ ആഴമേറിയ താഴ്വരകളും സൃഷ്ടിച്ചാണ് ഒഴുകുന്നത്. ഹിമാലയത്തിന് മുകളിലായി ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയൻ നദികൾ എന്നുള്ളത്. പ്രധാന ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നമ്മൾ കോഡ് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. ഹിമാലയൻ റിവേഴ്സിന്റെ എന്താണ് നിലവിലത്തെ കോഡാണ് ബിഗ്. ഓർത്തു വെച്ചോ, എന്താണ് ബിഗ്? BIG, ബിഗ്. ഹിമാലയം എന്ന് പറയുമ്പോൾ വളരെ വലുതാണ്. അപ്പോൾ ഹിമാലയത്തിൽ നിന്നും ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നതും വളരെ വലുതാണെന്ന് തന്നെ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ കോഡ് അപ്പൊ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരും. ബിഗ്. B ഫോർ ബ്രഹ്മപുത്ര, I ഫോർ ഇൻഡസ്, G ഫോർ ഗംഗ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 3 പഠിക്കാനുള്ളത്: ബ്രഹ്മപുത്ര, ഇൻഡസ്, അതേപോലെ തന്നെ ഗംഗ. ഈ 3 റിവേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് 2 അതായത് ഈ പറയുന്ന നമ്മുടെ ബ്രഹ്മപുത്രയും അതേപോലെ തന്നെ ഗംഗയും എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഹിമാലയൻ നദികളാണ്. ഓക്കെ, എങ്ങോട്ടേക്കാണ്? കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഹിമാലയൻ നദികൾ. എന്നാൽ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകി അറബിക്കടലിൽ ചെന്ന് ചേരുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? ഇൻഡസ് എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ദേശീയ നദി, പാകിസ്ഥാന്റെ ജീവരേഖ എന്നങ്ങ് അറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? ഇൻഡസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? നിലവിൽ 2 നദികൾ പ്രധാനപ്പെട്ടത് ബ്രഹ്മപുത്രയും അതേപോലെ ഗംഗയാണ്. ഇത് കിഴക്കോട്ടേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ ചെന്ന് എന്ത് ചെയ്യുന്നു? പതിക്കുന്നു. എന്നാൽ എന്താണ് നമ്മുടെ ഇൻഡസ് ആണെങ്കിലോ ഇവിടെ നിന്ന് നേരെ തുടങ്ങി, അതായത് നമ്മൾ പറഞ്ഞു അത് എവിടെ നിന്നാണ്? ബോർഗാച്ചു ഗ്ലേഷ്യറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഒഴുകുന്നു. ഒഴുകി 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 അവസാനം എന്ത് ചെയ്യുന്നു? നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലൂടെ കടന്ന് താഴത്തേക്ക് വന്ന് പാകിസ്ഥാനിലൂടെ കയറി ഇറങ്ങി അവസാനം അറേബ്യൻ സീയിൽ വന്ന് ചാടുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഈ പറയുന്ന സഞ്ചാരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയൻ നദികളിലെ നമ്മുടെ ഏതാണ്? നമ്മുടെ ഗംഗ എന്നുള്ളത് മനസ്സിലാവും. അതെ, ഓക്കെ, അതായത് ഗായമുഖ് ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ് ഗംഗ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ വെച്ചാ? നമുക്ക് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഗംഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി കറങ്ങി കറങ്ങിയാണ് എന്ത് ചെയ്യുന്നത്? അവസാനം ഇവിടെ വന്ന് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് PSC ചോദിക്കാറുണ്ട് മെയിൻ ആയിട്ടുള്ള, അതായത് ഗംഗ റിവർ ഏതൊക്കെ പട്ടണങ്ങളിലൂടെ കടന്നാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന പട്ടണങ്ങളിലൊക്കെ ഉണ്ട്: ദേവപ്രയാഗ്, ഹരിദ്വാർ, കാൺപൂർ, അലഹബാദ്, വാരണസി, പാട്ന, കൽക്കട്ട. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന ഗംഗാ നദി ഇങ്ങനെ ഒഴുകി വരുന്ന സ്ഥലങ്ങളാ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ബാക്കി ഗംഗയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക്. അതായത് ഗംഗാ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ ഏകദേശം 3900 മീറ്ററിൽ നിന്നാണ് ഒരു ചെറു അരുവിയായിട്ടാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്? അതായത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ സ്ഥലം, അതായത് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഒരു ചെറു അരുവിയായിട്ട് ആര് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഗംഗ ഉത്ഭവിക്കുന്നത്. നദീതട പ്രത്യേകതയാലും സാംസ്കാരികമായ പ്രാധാന്യത്താലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് ഗംഗാ സ്നാനം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന്റെ ഏറ്റവും വലിയ അത്ര വലിയൊരു സംഭവമാണ് ഗംഗാ സ്നാനം ഒക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗംഗാ നദി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നദി തന്നെയാണ് ഗംഗാ നദി എന്ന് പറയുന്നത്. ഓക്കെ, ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭഗീരഥി എന്ന പേരിലാണ്. അപ്പോൾ ഉത്ഭവസ്ഥാനത്ത് എന്ന് പറയുമ്പോൾ മക്കളെ ഈ കാണുന്നതാണ്, ഇവിടെ നിന്നാണ് നമ്മുടെ ഗംഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ?
അതായത് ഉത്തരാഖണ്ഡ്, ഇവിടുന്ന് എന്താണ് സോഴ്സ് ഓഫ് ദ ഗംഗ എന്ന് പറയുന്നത്, ഗംഗ ഇവിടുന്ന് തുടങ്ങുക. അപ്പൊ ഇവിടെ എന്താണ് ഭഗീരഥി എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലൂടെയുള്ള ഗംഗാ നദിയുടെ നീളം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. മക്കളെ മറന്നു പോകരുത്, ഒത്തിരി തവണ ചോദിച്ചു പോയ ചോദ്യമാണ്. ഇന്ത്യയിലൂടെയുള്ള ഗംഗാ നദിയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2525 കിലോമീറ്റർ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, മറന്നു പോകരുത്. കാരണം അത്ര തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലൂടെയുള്ള ഗംഗാ നദിയുടെ നീളം എത്ര കിലോമീറ്റർ? 2525 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാന്ന് ചോദിച്ചാൽ അതും ഗംഗാതടമാണ്. ഇന്ത്യയിലെ ഗംഗാതടത്തിന്റെ വിസ്തീർണം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, വാരാണസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാരാണസി എന്ന് പറയുന്ന സ്ഥലം ഏതാണ്? വരുണ, അസി എന്നീ 2 പോഷക നദികൾ ആരോട് ചേരുന്നു? ഗംഗയോട് ചേരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, വാരാണസി. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഗംഗാ നദിയാണ്. നമ്മൾ പറഞ്ഞു, അതായത് ഒരു മെയിൻ സ്ട്രീമിലൂടെ ഒരു എന്താണ് നദി ഒഴുകുന്നു, അതിന്റെ വലതുവശത്ത് നിന്നും ഇടതുവശത്ത് നിന്നും ഈ ഒരു വലിയൊരു നദിയിലേക്ക് കൂടി ചേരുന്ന ഓരോ നദികളെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ ഗംഗ ഒഴുകി ഇങ്ങനെ വരികയാണല്ലോ. അങ്ങനെ വരുമ്പോ എന്താണ്, അതിന്റെ 2 സൈഡിൽ നിന്നും വരുന്നത് എല്ലാം അതിന്റെ പോഷക നദികളാ. ഈ നദികളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഗംഗ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, അതേപോലെ ബീഹാർ, അതേപോലെ തന്നെ ജാർഖണ്ഡ്, പിന്നെ എന്താണ് ബംഗാള്, അങ്ങനെ ഒഴുകി 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 ഗംഗ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അതിവിശാലമായി ഗംഗ എന്ത് ചെയ്യാണ്, ഒഴുകി വരികയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം PSC ചോദിച്ചിട്ടുണ്ട്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 2008 നവംബർ 4 ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത് മക്കളെ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ 2008 നവംബർ 4. ഓക്കെ, ഗംഗാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? നമ്മളിപ്പോ പറഞ്ഞു, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്. 5 സംസ്ഥാനങ്ങളിലൂടെയാ എന്ത് ചെയ്യുന്നത്, ഗംഗ ഒഴുകി വരുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്നാ? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, അതേപോലെ തന്നെ എന്താണ് പശ്ചിമ ബംഗാൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, UUBBJ. UUBBJ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഗംഗ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയേ, അതായത് ഒന്നാമത് ഉത്തരാഖണ്ഡ്, രണ്ടാമത് ഉത്തർപ്രദേശ് ആയില്ലേ, UU. അടുത്തത് എന്താണ്? BB, ബീഹാർ, അതേപോലെ തന്നെ ബംഗാള്. അടുത്തതോ J, ജാർഖണ്ഡ്. അപ്പൊ നോക്കി, UUBBJ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗംഗ ഒഴുകി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത്, ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാ ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്? ഉത്തർപ്രദേശിലൂടെയാ. ഓക്കെ, അപ്പോൾ ഉത്തർപ്രദേശിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. ഗംഗയുടെ പ്രധാന പോഷക നദികളാണ്, വെരി വെരി ഇമ്പോർട്ടന്റ്, ദേ ഓർത്തു വെച്ചോ, യമുന, കോസി, ദാമോദർ, സോൺ, ഘാഗ്ര, ഗോമതി, ഗാണ്ഡക്. ഓക്കെ, അപ്പോ ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ? യമുന, കോസി, ദാമോദർ, സോൺ, ഘാഗ്ര, ഗോമതി, ഗണ്ഡക്. ഇതൊക്കെയാണ് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? അത് ഒത്തിരി തവണ ചോദിക്കാറുണ്ട് PSC. ഏതാ? യമുനയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് യമുനയാണ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലമാണ് അലഹബാദ്. ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനം അറിയപ്പെടുന്നതാണ് ത്രിവേണി സംഗമം. ഓക്കെ, ചോദിക്കാറുണ്ട് ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഏതൊക്കെ നദികൾ തമ്മിൽ സംഗമിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ? ഗംഗ, യമുന, സരസ്വതി. ഓക്കെ, അപ്പോൾ ഗംഗ, യമുന, സരസ്വതി ആണ് ഏതെന്ന് പറയുന്നത് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് അലഹബാദിലെ ഉത്തർപ്രദേശ്. പുതിയ പേരാണ് ഇപ്പൊ എന്ത്? പ്രയാഗ്രാജ്. ഓക്കെ, പ്രയാഗ്രാജ് എന്ന പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഗംഗാ നദിയുടെ പ്രധാന കൈവഴികളാണ് ഹൂഗ്ലി, പത്മ. ഇന്ത്യയിലൂടെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ഗംഗാ നദീവ്യൂഹം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ഗംഗാ നദീവ്യൂഹമാണ്. ഇന്ത്യയിലൂടെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദീവ്യൂഹം ഗംഗാ നദീവ്യൂഹമാണ്.
ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ രാജ്യങ്ങളാ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യയും അതേപോലെ തന്നെ ബംഗ്ലാദേശും. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഇവിടെ ഉണ്ട്, പിന്നുള്ളത് എന്താണ്? ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യയിലൂടെയും അതേപോലെ തന്നെ എന്താണ് ഇതേ ബംഗ്ലാദേശ്, ഇത്രയാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഗംഗ ഒഴുകുന്നുള്ളൂ. അപ്പോൾ ഗംഗ ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും അതേപോലെ തന്നെ ഏതാണ് ദേ ബംഗ്ലാദേശുമാണ് എന്ത് ഈ പറയുന്ന നമ്മുടെ ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഗംഗാ നദിയുടെ പതന സ്ഥാനം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഹിമാലയൻ റിവേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിവേഴ്സും വരുന്നത് എങ്ങോട്ടേക്കാ? കിഴക്കോട്ടേക്കാണ്. കിഴക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ എന്തായിരിക്കും? ബേ ഓഫ് ബംഗാളാ. പടിഞ്ഞാറാണെങ്കിൽ അവിടെ അറേബ്യൻ സീ ആണ്. അപ്പൊ ഒറ്റയ്ക്കൊരെണ്ണം മാത്രം മക്കളെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നത് ഏതാണ്? നമ്മുടെ ഏതാണ്? ഇൻഡസ് മാത്രമാണുള്ളൂ. ബാക്കി രണ്ടും എങ്ങോട്ടേക്കാ? നമ്മുടെ കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. കിഴക്കോട്ടേക്ക് എന്ന് പറയുമ്പോൾ അവിടെ എവിടെയായിരിക്കും? ബേ ഓഫ് ബംഗാളിലാണ് പോയി ചാടുന്നത്. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാ നദി എവിടെയാണ് അതിൻ്റെ പതനസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? ബംഗാൾ ഉൾക്കടല്. മറന്നു പോകരുട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ബംഗാൾ ഉൾക്കടല്. ഇന്ത്യയുടെ ദേശീയ ജലജീവി നമുക്കറിയാം ഗംഗാ ഡോൾഫിൻ. ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം എന്നാ ചോദിച്ചാൽ 1986 ജനുവരി 14. ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയാ. 86 അല്ലേ? അപ്പൊ രാജീവ് ഗാന്ധി. നമുക്കറിയാം 1984 നമ്മുടെ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തു. അപ്പോഴത്തേക്കും രാജീവ് ഗാന്ധി വന്നു 85. അപ്പോൾ എന്താണ് ആ ഒരു സമയമൊക്കെ നമ്മൾ പഠിച്ചാ. അപ്പൊ എന്താണ് 1986 എന്ന് പറയുമ്പോൾ ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, ഗംഗയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ വന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന നമാമി ഗംഗ. ഓക്കെ, നമാമി ഗംഗ പദ്ധതി എന്നാ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 2014. ആരാണ് അപ്പൊ അതിന് നേതൃത്വം കൊടുത്തതെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗംഗയെ എന്ത് ചെയ്യാൻ? സംരക്ഷിക്കുന്നതിനും ശുചീകരിക്കുന്നതിനും വേണ്ടി നടപ്പാക്കിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? നമാമി ഗംഗ. നമാമി ഗംഗ എന്നാ വന്നേ? 2014 നമാമി ഗംഗ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം കുംഭമേള. ഭയങ്കരമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. കാരണം 2013 ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ എന്താണ് കേട്ടിട്ടുണ്ടാവും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാണ് ശരിക്കും പറഞ്ഞാൽ മഹാകുംഭമേളയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കുംഭമേള എന്ന് പറയുമ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പൊ കുറെ എന്താണ് അതിനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് കുംഭമേള എന്ന് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം. ഓക്കെ, അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു മത സമ്മേളനം, ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മത സമ്മേളനമാണ് കുംഭമേള. 12 വർഷത്തിലൊരിക്കലാ ഈ കുംഭമേള നടക്കുന്നത്. അതായത് എല്ലാ ഹൈന്ദവരുടെയും ഒരു തീർത്ഥാടന സംഗമം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കുംഭമേള എന്ന് പറയുന്നത്. 12 വർഷത്തിലൊരിക്കൽ കൂടും. അതിൻ്റെ ഒരു ചെറിയൊരു കുംഭമേള വരുന്നുണ്ട്, അതാണ് അർദ്ധ കുംഭമേള എന്ന് പറയുന്നത്. അത് 6 വർഷത്തിലൊരിക്കലും. അപ്പോൾ എന്താണ് 12 വർഷം ഒരിക്കലാണ് ശരിക്കുള്ള കുംഭമേള നടക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഷോർട്ട് ടൈം, അതായത് ചെറുതായിട്ടുള്ള ഒരു സ്മോൾ കുംഭമേള നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർദ്ധ കുംഭമേള 6 വർഷത്തിലൊരിക്കലാണ്. ഓക്കെ, അർദ്ധ കുംഭമേള നടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഹരിദ്വാർ, അലഹബാദ് ആണ്. ഓക്കെ, മഹാകുംഭമേള എന്ന് പറയുന്നത് 144 വർഷത്തിലൊരിക്കലാണ് ഈ മഹാകുംഭമേള നടക്കുന്നത്. ചിലപ്പോൾ നമുക്കൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. അതായത് 2013 ഈ കുംഭമേള നടക്കുന്നത്. നമ്മുടെ മനുഷ്യായുസത്തിലൊക്കെ നമുക്ക് എന്താണ് ഒരൊറ്റ കുംഭമേളയെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ 2 കുംഭമേളൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ എന്ന് കഴിഞ്ഞാൽ ചിരഞ്ജീവിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്നവര് ഇരിക്കുക, അപ്പോൾ പോയി എന്ത് ചെയ്യുക, 2 കുംഭമേളൊക്കെ കാണാം. അപ്പോൾ ഏകദേശം ഒരു 300 പൈസൊക്കെ വരും. അറിയത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്, 2 കുംഭമേളൊക്കെ കണ്ട ആളുകൾ. എന്തായാലും ഒരു കുംഭമേളയെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ 2013 നമ്മുടെ എന്ത് ചെയ്തത്? മഹാകുംഭമേള നടന്നത്. ഏറ്റവും അവസാനമായിട്ട് അത് നടന്നത് നമ്മുടെ അലഹബാദിൽ വെച്ചാണ് മഹാകുംഭമേള. 144 വർഷത്തിലൊരിക്കൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും ലോങ് ടൈമിൽ നടക്കുന്ന ഒരു എന്താണ് ഈ ഹൈന്ദവ എന്താണ് ആളുകളെല്ലാവരും, ഹൈന്ദവ തീർത്ഥാടകരെല്ലാം കൂടി സംഗമിക്കുന്ന ആ ഒരു സമയം, അതാണ് കുംഭമേള. അപ്പോൾ ആ 144 വർഷത്തിലൊരിക്കൽ നടന്നു. അപ്പോൾ ഈ 2013 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ടല്ലെങ്കിലും TV-യിൽ. ഓക്കെ, അപ്പോൾ കണ്ടിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നേരിട്ട് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അവരൊക്കെ ഭയങ്കര വലിയ ആളുകളാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് ഫാക്ട് പഠിക്കാം. കാരണം PSC എക്സാമുകളിൽ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്.
ആക്ച്വലി എപ്പോഴും നമുക്ക് എന്താവാറുണ്ട്, ഇതൊക്കെ കൺഫ്യൂസിങ്ങും ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എടുത്തു നോക്കിയത്. അതായത് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? വൃദ്ധഗംഗ. ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വൃദ്ധഗംഗ ഗോദാവരി. തെലുങ്കു ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? തെലുങ്കു ഗംഗ കൃഷ്ണ. പാതാള ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. ഓക്കെ, കൃഷ്ണയാണ് പാതാള ഗംഗ എന്നറിയപ്പെടുന്നത്. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. ഇനി ദക്ഷിണ ഗംഗ കാവേരിയാണ്. മാൾവ ഗംഗ എന്ന് പറയുന്നത് ബേത്വയാണ്. അപ്പോൾ ബേത്വയാണ് മാൾവ ഗംഗ. ഒന്നുകൂടി പറയാം, വൃദ്ധഗംഗ ഗോദാവരി. വൃദ്ധഗംഗ ഗോദാവരി. ഒരു കാലത്ത് PSC ഒത്തിരി തവണ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇപ്പൊ എന്താണ്, അന്യം നിന്ന് പോയി. ഈ ദിനോസറുകളെ പോലെയൊക്കെയാണ്. വല്ലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന LGS LDSC എക്സാമുകളുടെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കയറ്റിയിടാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യരുത്, തെറ്റിപ്പോകരുത്. നോക്കി വെച്ചോ, വൃദ്ധഗംഗ ഗോദാവരി. വൃദ്ധഗംഗ ഗോദാവരി. തെലുങ്കു ഗംഗ കൃഷ്ണ. തെലുങ്കു ഗംഗ കൃഷ്ണ. പാതാള ഗംഗ കൃഷ്ണ. അർദ്ധഗംഗ കൃഷ്ണ. ദക്ഷിണ ഗംഗ കാവേരി. മാൾവ ഗംഗ ബേത്വയാണ്. മാൾവ ഗംഗ ബേത്വ. ഓക്കെ, അപ്പൊ അത്രയും എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. ഇനി നമുക്ക് ഈ ഗംഗയുടെ സംഗമങ്ങൾ, ഓക്കെ, ഗംഗാ നദി സംഗമം, അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എന്താണ്, ഈ പറയുന്നത് നമുക്ക് ടേബിളൊക്കെ തന്നിട്ട് ആ ടേബിളിൻ്റെ തന്നെ താഴെ പറയുന്ന പോലെ ഏതൊക്കെ നദികൾ സംഗമിക്കുമ്പോഴാണ് എന്താ ഈ പറയുന്ന ഗംഗാ സംഗമം നടക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏകദേശം നമുക്ക് എന്തുണ്ട്, ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, നോക്കിയേ, അളകനന്ദ പ്ലസ് ധൗളി ഗംഗയാണ് എന്തെന്ന് പറയുന്നത്? വിഷ്ണു പ്രയാഗ്. നോക്കി, അളകനന്ദ ഇവിടെ നിന്ന് വരുന്നു. അതേപോലെ തന്നെ എന്താണ്, ധൗളി ഗംഗ ഇത് വരുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിഷ്ണു പ്രയാഗ്. ഈ രണ്ടെണ്ണം തമ്മിൽ സംഗമിക്കുന്ന ഈ ഒരു പോയിന്റിനെയാണ് വിഷ്ണു പ്രയാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അളകനന്ദ അതേപോലെ തന്നെ നന്ദാകിനി. അളകനന്ദ നന്ദാകിനിയാണ് എന്തെന്ന് പറയുന്നത്? നന്ദപ്രയാഗ്. ഓക്കെ, അപ്പോൾ അളകനന്ദ അതേപോലെ തന്നെ നന്ദാകിനി. ഓക്കെ, അപ്പോൾ അളകനന്ദയും അതേപോലെ തന്നെ എന്താണ്, നന്ദാകിനിയും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? നന്ദപ്രയാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അളകനന്ദ പിണ്ടാർ നദിയാണ് കർണപ്രയാഗ്. നോക്കിയേ, ഇവിടെ അളകനന്ദ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ അകത്തേക്ക് എന്ത് വരുന്നുണ്ട്, പിണ്ടാർ നദി കയറി. അപ്പൊ എന്താണ്, കർണപ്രയാഗായി. കർണപ്രയാഗ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അളകനന്ദ പ്ലസ് മന്ദാകിനിയാണ് രുദ്രപ്രയാഗ്. ദേ അളകനന്ദയും അതേപോലെ തന്നെ എന്ത് ചെയ്തു, മന്ദാകിനി ഇവിടെ ഒന്ന് കയറി. അപ്പൊ എന്താണ്, രുദ്രപ്രയാഗ്. ഓർത്തു വെച്ചോട്ടോ, ഇമ്പോർട്ടൻ്റാ. അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, അളകനന്ദ പ്ലസ് ഭഗീരഥിയാണ് എന്തെന്ന് പറയുന്നത്? ദേവപ്രയാഗ്. ഓക്കെ, അപ്പോൾ അളകനന്ദ പ്ലസ് ഭഗീരഥിയാണ് എന്തെന്ന് പറയുന്നത്? ദേവപ്രയാഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ PSC ചോദിക്കാറുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി പോയിന്റ്സിലേക്ക് പോവാം. അതായത് നമ്മൾ പറഞ്ഞത് ഗംഗയുടെ കാര്യങ്ങളെ കുറിച്ചാണ്. ഓൾമോസ്റ്റ് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ വരുന്ന ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എന്താണ്, നിലവിൽ ബാക്കിയുള്ള ട്രിബ്യൂട്ടറീസിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനി അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് അളകനന്ദ ഉത്ഭവിക്കുന്നത് അളകപുരിയിൽ നിന്നാണ്. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഭഗീരഥി അളകനന്ദ നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് തുടർന്ന് ഗംഗ എന്ന പേരിലാണത് ഒഴുകുന്നത്. ഭഗീരഥി ഇടുങ്ങിയ ഗിരികന്ധര താഴ്വരകൾ നിർമ്മിക്കുന്ന ഹിമാലയ മേഖലയാണ് മധ്യ ഹിമാലയം അല്ലെങ്കിൽ ലെസർ ഹിമാലയം എന്ന് പറയുന്നത്. അളകനന്ദ നദിയുടെ ഉത്ഭവസ്ഥാനം ബദരീനാഥിന് മുകളിൽ സതോപന്ത് ഹിമാനിയിൽ നിന്നാണ്. അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഒന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അളകനന്ദ നദിയുടെ ഉത്ഭവസ്ഥാനം ബദരീനാഥിന് മുകളിൽ സതോപന്ത് ഹിമാനിയിൽ നിന്നാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അളകനന്ദ നദി ഭഗീരഥി നദിയുമായി സംഗമിക്കുന്ന പ്രദേശത്തിന് പറയുന്ന പേരാണ് ദേവപ്രയാഗ്. ദേവപ്രയാഗിൽ അളകനന്ദ നദിയും ഭഗീരഥി നദിയും ചേർന്ന ശേഷം അറിയപ്പെടുന്ന പേര് ഗംഗ. ധൂളിഗംഗ, വിഷ്ണുഗംഗ എന്നീ അരുവികൾ ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടി ചേർന്ന് രൂപപ്പെട്ട നദിയായിരുന്നു അളകനന്ദ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ധൂളിഗംഗ അതേപോലെ തന്നെ വിഷ്ണുഗംഗ നമ്മൾ കുറച്ചു മുമ്പ് ആ പിക്ചറിൽ പറഞ്ഞു. ഇവ രണ്ടും എന്ത് ചെയ്യുന്നു, അരുവികളായിട്ട് എന്ത് ചെയ്യുന്നു, അരുവികൾ ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടി ചേർന്നാണ് അളകനന്ദ. അളകനന്ദ നദിയുടെ പോഷക നദികളാണ് പിണ്ടാറും മന്ദാകിനിയും.
കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി. വെരി വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചു വച്ചോ, ഒരു മാർക്കാണ്. കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് രാംഗംഗ. അപ്പോൾ കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് രാംഗംഗ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കോർബറ്റ് ദേശീയോദ്യാനം, അതിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് രാംഗംഗ. ഗംഗാ നദി ഉത്തര മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. ആര്യന്മാരുടെ വിശുദ്ധ ദേശമായിരുന്ന ആര്യവർദ്ധം ഗംഗയുടെ തീരത്തായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഫറാക്ക ബാരേജ്. അപ്പോൾ ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ്. ഗംഗ ഫറാക്കിൽ വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഗംഗ എവിടെ വെച്ചാണ് എങ്ങോട്ടേക്ക് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫറാക്കിൽ വെച്ചാണ്. ബംഗ്ലാദേശിലുള്ള ചാന്ദിപ്പൂർ പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ഒത്തുചേരുന്നത്. ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര, അതായത് ബംഗ്ലാദേശിലെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ഗംഗയാണെങ്കിൽ പത്മ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇവ രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, ഒത്തുചേർന്നിട്ട് ഒറ്റ നദിയായിട്ട് ഒഴുകുകയാണ്. അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, മേഘ്ന എന്ന് പറയുന്നത്. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ബ്രഹ്മപുത്ര അതായത് ജമുന, ഗംഗയിലെ പത്മ എന്നാണ് അറിയപ്പെടുന്നത് ഗംഗയെ. അപ്പോൾ ഇവ രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ഒറ്റ നദിയായിട്ട് വരുന്നു, അതാണ് മേഘ്ന. ഓക്കെ, ഇനി ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. നമുക്കറിയാം NW1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദി, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ഏതാണ്, ഗംഗയാണ്. NW1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് ഗംഗയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദർബൻ ഡെൽറ്റയാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദർബൻ ഡെൽറ്റ. ഗംഗാപുരം നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ചതുപ്പ് നിലങ്ങളിൽ തഴച്ചു വളരുന്ന സുന്ദരി മരത്തിൽ നിന്നാണ് സുന്ദർബൻസിന് ആ പേര് ലഭിച്ചത്. ഓർത്തു വെച്ചോ, ചതുപ്പ് നിലങ്ങളിൽ തഴച്ചു വളരുന്ന സുന്ദരി മരം, അതിൽ നിന്നാണ് സുന്ദർബൻ എന്ന പേരിലേക്ക് വന്നത്. ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന റോയൽ ബംഗാൾ കടുവയാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബതുവ. ഇമ്പോർട്ടൻ്റ് ആണ്, ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബതുവ. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കേ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. ഗംഗാ നദിയുടെ പ്രധാന കൈവഴിയാണ് ഹുഗ്ലി. ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത. നമുക്കറിയാം, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏതാണ് കൊൽക്കത്തയാണ്. ഹുഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്നതും ദാമോദറിലാണ്. ഗംഗ തുടക്കത്തിൽ തെക്കു ദിശയിലും പിന്നീട് കിഴക്ക് ദിശയിലേക്കുമാണ് ഒഴുകിയത്. ദേശീയ നദിയായി ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, നദിയുടെ പുനരുജ്ജീവനം എന്ന ഇരട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയായിരുന്നു 2014 ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി. ഗംഗാ നദിയുടെ ഇടത് തീരത്തുള്ള പ്രധാന പോഷക നദികളാണ് ഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോശി, അതേപോലെ തന്നെ മഹാനദി എന്നിവ. ഇനി സാഗർ ദ്വീപിനടുത്ത് വെച്ച് ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ്. പക്ഷെ എന്ത് ചെയ്തു, വിധിയൊക്കെ പ്രഖ്യാപിച്ചു, പക്ഷെ അത് എന്ത് ചെയ്തു, സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടിയിട്ടില്ല, ഗംഗാ യമുനയ്ക്ക് നിയമപരമായി വ്യക്തിത്വം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗംഗാ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിധി പുറപ്പെടുവിച്ച കോടതി ഏതാ, അത് നമ്മുടെ ഉത്തരാഖണ്ഡ. പക്ഷെ എന്ത് ചെയ്തു, സുപ്രീം കോടതി അത് സ്റ്റേ പുറപ്പെടുവിച്ചു. ലോകത്തിലെ ആദ്യമായി വ്യക്തിഗത പദവി ലഭിച്ച നദി ഏതാന്ന് ചോദിച്ചാൽ അത് വങ്കാനുയി എന്ന് പറയുന്ന നദിയാണ്. വങ്കാനുയി നദിക്ക് വ്യക്തിത്വ പദവി നൽകിയ രാജ്യമാണ് ന്യൂസിലാൻഡ്. ഓക്കെ, അപ്പോൾ വങ്കാനുയി നദി എന്ന് പറയുന്ന ആ ഒരു നദിക്ക് വ്യക്തിഗത പദവി ലഭിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിഗത പദവി നൽകിയ രാജ്യമാണ് ന്യൂസിലാൻഡ്. അപ്പോൾ വങ്കാനുയി ആണ് ആദ്യമായിട്ട്, ലോകത്തിൽ ആദ്യമായി വ്യക്തിഗത പദവി ലഭിച്ച നദി എന്ന് പറയുന്നത് വങ്കാനുയി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന്
എന്തിനെക്കുറിച്ച്? ഗംഗയെ കുറിച്ച് പറയാനുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ഗംഗയുടെ പോഷക നദികളെ കുറിച്ചാണ്. അപ്പോൾ ഗംഗയുടെ പോഷക നദികളായിരിക്കും നമ്മുടെ നാളത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി വലിയ ലെങ്ത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് മൊത്തമായിട്ട് കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൊത്തമായിട്ട് അല്ലെങ്കിൽ ഗംഗയുടെ പോഷക നദികൾ കൂടി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ PDF നോട്ട് അടുത്ത ദിവസം ഗംഗയുടെ പോഷക നദികൾ കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ PDF നോട്ട് ഇടാം. അപ്പോൾ ഈ പറയുന്ന ബേസ് ആയിട്ടുള്ള ഹിമാലയൻ റിവേഴ്സിൻ്റെ കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ എന്താണ് അടുത്തൊരു ദിവസത്തേക്ക് വരുന്ന നമ്മൾ പഠിക്കുന്ന ഗംഗയുടെ പോഷക നദികളുണ്ടാവും, ഗംഗയുണ്ടാവും. അപ്പോൾ അത് മൊത്തമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ PDF നോട്ട് ഇടാം. അല്ലെങ്കിൽ മുറിച്ച് നോട്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി കുറേ കോഡ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളുടെ, അതേപോലെ തന്നെ ഗംഗ ഒഴുകുന്ന പട്ടണങ്ങളുടെ കോഡ്, അങ്ങനെ കുറേ കോഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് കിടിലമായിട്ട് തന്നെ പഠിച്ച് സെറ്റാക്കി തന്നെ പോകും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ കൂടെ കൂടിയോ, നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോ ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.